കാസർഗോഡ് ചർലടുക്കിയിലെ ഫാത്തിമത്ത് സുഫൈദ എന്ന യുവതി കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയതാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാർ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടായാലെങ്കിലും ദുരിത ജീവിതത്തിന് അറുതി ഉണ്ടാകുമെന്ന് അവൾ കരുതി. എന്നാൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞതിൻ്റെ 1-ാം വാർഷിക ദിനത്തിൽ അവൾ സ്വയം തീരുമാനിച്ചു നരകതുല്യമായ ആ വീട്ടിൽ ഇനി ജീവിക്കേണ്ടതില്ലെന്ന്. അങ്ങനെ ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് യുവതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. നിരന്തരമായ ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ഫാത്തിമത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. സംഭവത്തിൽ ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്കള പാണലത്ത് യുവ ഭർത്തൃമതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. പാണലത്തെ ആദിലിന്റെ ഭാര്യ ഫാത്തിമത്ത് സുഫൈദയാണ് മരിച്ചത്. ചെർലടക്കം സ്വദേശിനിയായ ഫാത്തിമത്ത് 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവാണ്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സ്വർണം ആവശ്യപ്പെട്ട് പീഡനം ഉണ്ടായിരുന്നതായി പറയുന്നു. പീഡനം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് സുഫൈദ ഫോൺ ചെയ്ത് അറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ അബ്ദുൽ ബസീൽ ശനിയാഴ്ച രാത്രിയിൽ പാണലത്ത് വീട്ടിലെത്തിയിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ വീടിനകത്തേക്ക് പോയ സുഫൈദ രാസവസ്തുവും കൊണ്ട് തിരിച്ചെത്തി ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് കഴിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഉടൻ തന്നെ ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 1 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വിദ്യാനഗർ പോലീസിൽ പരാതി നൽകി. നമ്മുടെ കൂടെ പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് അവളകത്ത് കയറി പിടിച്ചതായിരുന്നു. അപ്പൊ അവളെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തുകൊണ്ട് അവള് ഇതൊക്കെ മറച്ചു വെച്ചു. എന്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും അവിടുന്ന് സഹിച്ചു നിന്നു. അല്ല, അവസാനമാണ് ഉമ്മാട് പറയുന്നത്. തിങ്കളാഴ്ച ഫാത്തിമത്ത് സുഫൈദയുടെ 1-ാം വിവാഹ വാർഷികമാണ്. ചെർലടക്കിയിലെ അബ്ബാസ് സഫിയ ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.